ഇനി നമുക്ക് ഇവിടെ ബിസിനസ് ബാനർ ഡിസൈൻ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമുക്ക് ഇപ്പം തന്നെ കോപ്പി ചെയ്യാം, എന്നിട്ട് പേസ്റ്റ്. അതൊരു ഗ്രീന് നോർമൽ ഫോണ്ടാണത്. നോർമൽ നമ്മുടെ കണ്ട ബോൾഡ് കുറച്ചും കൂടി ഉണ്ട്. ക്യാൻവാസാസിൽ പോവാം. ക്യാൻവാസാസിൽ അത്ര ബോൾഡ് ഇല്ല നമുക്ക്. ഞാൻ മലയാളം ബാനർ ചെയ്യാനാണ് ഞാൻ നോക്കിയത് ആദ്യം. പക്ഷെ മലയാളത്തിൽ ബാനർ നല്ലൊരു ബാനർ നമുക്ക് എടുക്കാൻ നല്ലൊരു ബാനർ ഇല്ല മലയാളത്തിൽ. അതാണ് ഞാൻ മലയാളത്തിൽ ചെയ്യാൻ. ഓക്കെ, എന്ത് കളറാ? ഗ്രീന്. ഇനി അതിൻ്റെ താഴെ ഇവിടെ ഉള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ആ ഡിസൈനിലും ഉണ്ട്. ഫോണ്ട് എന്താ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള, അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടാണ്. ഇതല്ല, ബ്ലാക്കിലാണ് വരുന്നത്. ഓക്കെ, സൈസ് കുറച്ച് കുറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, ഇതിൻ്റെ താഴെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലൈൻ ആ ലൈൻ ഏതുവരെ ഉണ്ട് എന്ന് നമുക്ക് നോക്കണം ആദ്യം. കാരണം ലൈന് ഡിസൈൻ വരെ ഉള്ളൂ, അപ്പുറത്തേക്കില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ലൈനിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ബോറായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? അപ്പം ഞാൻ ആദ്യം നോക്കിയപ്പോൾ അവിടെ കുറച്ച് ബോറായിട്ട് നിൽക്കുന്ന മാതിരി തോന്നി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലൈനിൻ്റെ സെൻറ്ററിലുള്ള കളർ മാത്രം എന്താക്കണം? ഗ്രീൻ ആക്കണം. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിനെ മൂന്നിനും പിടിച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഒരു പൊടിക്ക് സൈഡിലേക്ക് നീക്കിയാൽ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ അവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ ഉണ്ട്. ടെക്സ്റ്റ് എത്ര ലൈൻസിലായിട്ടാണ് ടെക്സ്റ്റ് വരുന്നത്? 3 ലൈൻസിൽ തന്നെയാണ് വരുന്നത് ടെക്സ്റ്റ്. ഓക്കെ, സെയിം. ടെക്സ്റ്റിന് വേറെ സ്പെഷ്യലായിട്ട് ടെക്സ്റ്റിന് ബോൾഡോ കാര്യങ്ങളോ, ഒരു ചെറിയൊരു ബോൾഡ് ഉണ്ട്. ബോൾഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇത് ഇത്ര ബോൾഡ് ആഡ് ചെയ്താൽ ബോൾഡ് ഓവറോ? നമുക്ക് ഇത്ര ബോൾഡ് വേണ്ട. ക്യാൻവാസ് ആസിലേക്ക് പോയിട്ട് ഒരു മീഡിയം ബോൾഡ് മതി. ഓക്കെ, എത്ര ബോൾഡ് മതി. പിന്നെ നമുക്ക് എന്ത് വേണം? ഇവിടെ ലേൺ മോറും പിന്നെ കമ്പനീൻ്റെ വെബ്സൈറ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. വെബ്സൈറ്റ് ഏത് കളറിലാണ് വന്നത്? വെബ്സൈറ്റ് ബ്ലാക്കിൽ തന്നെയാണ് വന്നത്. ഫോണ്ടിന് മാറ്റമുണ്ട്. ഒന്നും കൂടെ സ്പ്രെഡായി നിൽക്കുന്ന ഒരു ടൈപ്പ് ഫോണ്ടാണ്. നമുക്ക് ഓക്കെ, ഈ ഒരു ടൈപ്പ് ഫോണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ലേൺ മോർ എന്ന് പറഞ്ഞ
ലേൺ മോർ എന്ന് പറഞ്ഞ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യാം, അതിൻ്റെ സൈസ് കുറക്കുക. ഇനി എന്ത് ചെയ്യണം, സർക്കിൾ റൗണ്ട് ചെയ്യണം, എന്നിട്ട് ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടണം, എന്നിട്ട് ഫോണ്ട് മാറ്റണം, ടെക്സ്റ്റിൻ്റെ ലേൺ മോർ എന്നാക്കാം നമുക്ക്. ഓക്കെ, ഒരു കുറച്ച് സൈസ് കുറച്ച് ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചാൽ നമുക്കൊരു പാകത്തിന് കിട്ടും. ഓക്കെ, ഇപ്പം എന്തായി, നമ്മളെ ബാനർ റെഡി ആയിട്ടുണ്ട്, ലേൺ മോർ ആയി. ഇനി നമുക്കിവിടെ കമ്പനി ലോഗോ കാര്യങ്ങളാണ് വേണ്ടത്. ഇതും കൂടിയായ നമ്മളെ ബാനർ ക്രിയേറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോഗോ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേര് ഞാൻ ABCD എന്ന് കൊടുത്തിട്ട് അതിനെ ചെറുതാക്കിയിട്ട്, ഇതെന്താ അറിയോ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ശരിക്കും ലോഗോ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക അറിയോ, നമ്മൾ ഈ ടെക്സ്റ്റും സിമ്പലും സെപ്പറേറ്റ്. ഇപ്പം എന്താ, ആദ്യം നമ്മൾ സിമ്പൽ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ലോഗോ ആഡ് ചെയ്യുമ്പോൾ ടെക്സ്റ്റും സിമ്പലും എങ്ങനെയാണ് വരിക അറിയോ, സിങ്ക് ആയിട്ട് ഒറ്റ ഇമേജ് ആയിക്കാരം ലോഗോ വരിക. അതിൽ തന്നെ ടെക്സ്റ്റും ഇമേജും, മനസ്സിലായല്ലോ, ഇങ്ങനെ ആയിക്കാരം ലോഗോ വരിക. കണ്ടാ, ഒരു കമ്പനി നമുക്ക് അവർ ലോഗോ അയച്ചു തരും, അപ്പോൾ അവരുടെ ലോഗോ ഇങ്ങനെ തന്നെ ആയിക്കാരം. നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ എടുത്തിടാനുള്ളൂ. ഇതിപ്പോൾ ടെക്സ്റ്റും സിമ്പലും സെപ്പറേറ്റ് ആയിട്ടല്ലേ വരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് വേറെ സിമ്പൽ വേറെ ആയിട്ടല്ലേ വരുന്നത്. ആ ലോഗോൻ്റെ കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കാം. ഇതിൻ്റെ കളർ മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം, എല്ലാം ബ്ലാക്ക് ആക്കാം. ശരിക്കും ലോഗോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ലോഗോ അവിടെ ഇട്ടതൊരു വൃത്തിയായിട്ടില്ല, കാരണം എല്ലാം ക്യാപിറ്റലായിട്ടാണ് തോന്നുന്നുണ്ട്. ABCD നമുക്ക് അവർ ലോഗോ അയച്ചു തരും, അതിൽ തന്നെ ടെക്സ്റ്റും സിമ്പലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാനർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഇവൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി നോക്കാം, അതിനൊരു പെർഫെക്ഷൻ കിട്ടും. നമ്മൾ അതിൻ്റെ വലിപ്പം മാത്രം കൂട്ടിയാൽ പോരല്ലോ, ബാക്കലിൻ്റെ നിയലിൻ്റെ വലിപ്പം കൂടിയും കൂട്ടണ്ടേ. അതിൽ വെക്കുക, എന്നിട്ട് പാകാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നിയൽ സെലക്ട് ചെയ്തിട്ട് കീബോർഡുമേ ഇത് മാറുന്ന നിയലല്ല, അതിൻ്റെ മേലുള്ള ഇമേജാണ് മാറുന്നത്. നമുക്ക് നിയലാണ് മാറേണ്ടത്. നിയലിനെ ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ എന്തായി, ഒരു ബാനർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാനർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്താ, ഫ്ലെയറും ബ്രൗഷറാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ ബ്രൗഷർ എന്ന് പറഞ്ഞാൽ 3-4 പേജ് ഉണ്ടാവും, അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഓക്കെ, ഫ്ലെയർ എന്ന് പറഞ്ഞാൽ, ഫ്ലെയർ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ തോന്നും, പക്ഷെ രണ്ടും ഡിഫറെൻ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.